ആലപ്പുഴയിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യ നീക്കം നിലച്ചിട്ട് 10 ദിവസം പിന്നിടുന്നു. മാലിന്യം ശേഖരിക്കുന്ന തൊഴിലാളികൾ സമരം ശക്തമാക്കിയതോടെ ജില്ലയിൽ പല ഹോട്ടലുകളും താൽക്കാലികമായി അടച്ചു. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ തുറന്നു നൽകിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് തൊഴിലാളികൾ. നിഷ ദിലീപ് ചേരുന്നു. നിഷ, അങ്ങേയറ്റം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനിടയുള്ളൊരു സാഹചര്യം തന്നെയാണ്. എന്തായാലും സമരത്തിൽ തന്നെയാണ് പല തൊഴിലാളികളും. വിവരങ്ങൾ. രോഹിണി, ആലപ്പുഴയിൽ ഈ സെപ്റ്റിക് ടാങ്ക് മാലിന്യ നീക്കം നിലച്ചിട്ട് ഇന്ന് 11ാമത്തെ ദിവസമാണ്. മാലിന്യം ശേഖരിക്കുന്ന തൊഴിലാളികൾ സമരം ശക്തമാക്കിയതോടെ വലിയ പ്രതിസന്ധിയിലാണ് ആലപ്പുഴയിലെ ഹോട്ടൽ മേഖലയും ഒപ്പം തന്നെ റിസോർട്ട് പോലെയുള്ള സ്ഥാപനങ്ങളും എല്ലാം തന്നെ. ഇവിടെ നിന്നുള്ള മാലിന്യ നീക്കം നിലച്ചിട്ട് ഇന്ന് 11 ദിവസമാകുന്നു. കഴിഞ്ഞ മാസം 3-നാണ് ഈ മാലിന്യം ശേഖരിക്കുന്ന തൊഴിലാളികൾ, വിവിധ സംഘടനകളിൽപ്പെട്ട തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുക, സംസ്കരണ സംവിധാനമുള്ള കേന്ദ്രങ്ങളിൽ മാലിന്യം തള്ളാൻ അനുവദിക്കുക തുടങ്ങിയതാണ്. കാരണം ആലപ്പുഴ ജില്ലയിൽ തന്നെ 5ഓളം സ്ഥാപനങ്ങളുണ്ട്. ഇത്തരത്തിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങളടക്കം സംസ്കരിക്കാനുള്ള സൗകര്യങ്ങളുള്ള 5ഓളം പ്ലാന്റുകളുണ്ട്. ഈ പ്ലാന്റുകളൊന്നും തുറന്നു നൽകുന്നില്ല എന്ന കാര്യം കൊണ്ട് തന്നെയാണ് ഇവർ സമരം ശക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇവരെ ജില്ലാ ഭരണകൂടം മുൻകൈ എടുക്കുന്നില്ല എന്നും തൊഴിലാളികൾ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിലേക്ക് സമരമൊക്കെ നടത്തിയിരുന്നു. അന്ന് ജില്ലാ കളക്ടറേറ്റ് തൊഴിലാളികളുമായി ചർച്ച നടത്തി ഈ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ, പ്ലാന്റുകൾ തുറന്നു നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അതിന് ഇതുവരെ നടപടിയായിട്ടില്ല. കളക്ടർ ഉറപ്പ് നൽകിയതല്ലാതെ പ്ലാന്റ് തുറക്കുന്ന കാര്യത്തിൽ നടപടിയാകാത്തത് കൊണ്ടും പ്ലാന്റ് തുറന്നു കഴിഞ്ഞ് മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലുമാണ് തൊഴിലാളികൾ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞു ഇത്രയും ദിവസമായി. അതോടുകൂടി തന്നെ നഗരത്തിൽ മിക്കവാറും 50-ലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. മാലിന്യ ടാങ്ക് പൊട്ടി ഒഴുകുന്നത് മൂലം പല ഹോട്ടലുകളിലും പ്രതിസന്ധിയിലാണ്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ ഈ ഹോട്ടൽ ഉടമകളുടെ അസോസിയേഷനും ഈ തൊഴിലാളികളുടെ സമരത്തിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഈ മാലിന്യം ശേഖരിക്കുന്ന തൊഴിലാളികളുടെ സമരം എത്രയും പെട്ടെന്ന് പിൻവലിക്കണം, അല്ലെങ്കിൽ അവരും ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ്. എന്തായാലും വളരെ വലിയൊരു ദുരിതത്തോടെ തന്നെയാണ് ആലപ്പുഴ ജില്ല മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ ഈ മാലിന്യം ശേഖരിച്ചില്ല എങ്കിൽ പല പൊതുസ്ഥലങ്ങളിലും മാലിന്യം കുന്നുകൂടുകയും മാലിന്യം ഒഴുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഒക്കെ ആലപ്പുഴയിൽ നിലവിലുണ്ട്. രോഹിണി, നിഷ, അതുമാത്രമല്ല, ഇത്തരത്തിൽ തൊഴിലാളികൾ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമുക്കറിയാം പല റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ കടുത്ത പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇത് മൂലം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമവായ ശ്രമങ്ങൾക്ക് എന്തുകൊണ്ടാണ് അധികൃതർ തയ്യാറാകാത്തത്? രോഹിണി, അത് തന്നെയാണ് ഈ തൊഴിലാളികളും മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹോട്ടൽ ഉടമകളുടെ അസോസിയേഷനും ഒക്കെ ഇക്കാര്യങ്ങളൊക്കെ ആരോപിച്ചാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ ശുചിമുറി മാലിന്യം കൂടാതെ ഭക്ഷണാവശിഷ്ടങ്ങളും പാത്രം കഴുകുന്ന വെള്ളവും മറ്റും ടാങ്കുകളിൽ ശേഖരിച്ച് സംസ്കരിക്കാൻ സ്വകാര്യ ഏജൻസികളെ ആയിരുന്നു ഈ ഹോട്ടലുകാർ ആശ്രയിച്ചിരുന്നത്. 4500 മുതൽ 5500 വരെ ഒരു ടാങ്കിന് കൊടുത്താണ് ഇത്തരത്തിൽ മാലിന്യം സംസ്കരിക്കാനായി ഇവരുടെ കൈവശം നൽകിയിരുന്നത്. പക്ഷെ സമരം ആരംഭിച്ച ശേഷം ഇന്ന് വരെ ഈ 11ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 50-ലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടി എന്ന് പറയുമ്പോൾ എത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവിടെ എത്രത്തോളം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ ടാങ്കുകൾ പൊട്ടിയൊലിച്ചും ഒക്കെ പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യമുണ്ട്. പൊതുസ്ഥലങ്ങൾ വൃത്തികേടാകുന്ന സാഹചര്യങ്ങളിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ആലപ്പുഴ പോലെയുള്ള ഒരു സ്ഥലങ്ങൾ, അതായത് പകർച്ചവ്യാധികളൊക്കെ പൊട്ടിപ്പുറപ്പെടാൻ സാഹചര്യമുള്ള ആലപ്പുഴ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്രത്തോളം മാലിന്യങ്ങൾ കുന്നുകൂടുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഗുരുതരമായിരിക്കും. എന്തായാലും ഇടപെടലുകൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ വലിയ ഒരു പകർച്ചവ്യാധിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യവും ആലപ്പുഴയിൽ നിലവിലുണ്ട്. രോഹിണി, ശരി. നിഷ ദിലീപാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.